നാടുകാണി ചുരത്തില് ആന ഇറങ്ങിയ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ വഹാബി കുട്ടികൾ ഇറങ്ങിയ കഥ നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. എന്നാ കേട്ടോളൂ. നമ്മളിങ്ങനെ നാടുകാണി ചുരം ഇങ്ങനെ കയറി വരികയാണ്. അപ്പൊ എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമാണ്. ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു മക്ബറ ഉണ്ട്. ആ മക്കാമിലാണെങ്കിലോ ഒരുപാട് ആളുകൾ വരുന്നു, മുസ്ലിങ്ങളും അതല്ലാത്ത ആളുകളൊക്കെ ഇങ്ങനെ കയറി വരുന്നു. അവര് വന്നിട്ട് ഇവിടെ 2 നേർച്ചപ്പെട്ടുണ്ട്. 2ലും പൈസ ഇടുന്നുണ്ട്. അതേമാതിരി മേലെ കയറിയിട്ട് ഖബറിന്റെ അടുത്ത് നിന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിന്റെ സത്യാവസ്ഥ എന്താ, സംഭവം എന്തത്? സംഭവം എന്താന്ന് വെച്ചാല് അള്ളാഹുവിന്റെ വലിയാണ് അവിടെ മറവിട്ട് കിടക്കുന്നത്. അവരെ മുൻനിർത്തി അള്ളാഹുവോട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആളുകളൊക്കെ വരുന്നത്. ഒരിക്കലും തന്നെ അവിടെയുള്ള മഹാന് അള്ളാഹു ആണ് എന്നോ ദൈവമാണ് എന്നോ ഇലാഹാണ് എന്നോ അവിടെ വരുന്ന ഒരു വിശ്വാസിക്കും വിശ്വാസമില്ല. നമുക്ക് റസൂലിനെ അറിയാം. റസൂലാണ് നമ്മളെ നേതാവ്. റസൂൽ പറഞ്ഞ ഒറ്റ കാര്യം, അള്ളാഹുമലാ തജൽ കബിരി വസന യോബദും അള്ളാഹുമലാ തജൽ കബിരി ചെയ്ത എന്റെ മക്കബറിനെ നിങ്ങളൊരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റരുത്, അല്ലെങ്കിൽ എന്റെ ഖബറിനെ നിങ്ങളൊരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റരുത്. അത്രേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട് അത്രേ അള്ളാഹുവിനോട്, അള്ളാഹുവെ എന്റെ ഖബർ ഒരു ആരാധിക്കപ്പെടുന്ന കേന്ദ്രമാക്കരുതേ എന്നാണ് ദുആ. അഥവാ നമ്മൾ ചെയ്യുന്ന ഇസ്തിഗാസയൊക്കെ ശിർക്കാണത്രേ. അപ്പൊ ഇസ്തിഗാസ ചെയ്തിട്ടുണ്ടെങ്കിൽ, റസൂലുള്ളാഹി തങ്ങളോട് ഇസ്തിഗാസ ചെയ്തിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ ഷരീഫ് ആരാധനയുടെ കേന്ദ്രമാക്കി എന്ന്. അപ്പൊ റസൂലുള്ളാഹി തങ്ങളുടെ ദുആ സ്വീകരിച്ചിട്ടില്ല എന്നാണോ വഹാബി കുട്ടികളെ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹി തങ്ങൾ ഖബർ ഷരീഫ് സിയാറത്ത് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഇനി പോകണം, ഇനി നാടുകാണി സിയാറത്ത് ചെയ്യാൻ പോയില്ലേ? അതേപോലെ റസൂലുള്ളാഹി തങ്ങളെ ഖബർ ഷരീഫ് സിയാറത്ത് ചെയ്യാൻ പോകുമ്പോൾ അവിടുത്തെ ചുമരുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, തൂണുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ത്? യാ ഖൈറ മൻ ദുഫിനത് ബിൽഖാഇ അഅ്ലമുഹു ഫതാബ മിൻ തിബിഹിന്നൽ ഖാഉ വല്ലകമു നഫ്സിൽ ഫിദാഉ ലിഖബരിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് തന്റെ ശരീരം സമർപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ നേരിട്ട് വിളിച്ചുകൊണ്ട് ഇസ്തിഗാസ ചെയ്യുന്ന വരികൾ ഇന്നും സ്വർണ്ണ ലിപികളാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ തൊട്ടുചാരത്തുള്ള തൂണുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി തങ്ങൾക്കുള്ള ആരാധനയായിരുന്നുവെങ്കിൽ ആ വരികൾ ഇന്ന് അവിടെ കാണുമായിരുന്നോ? റസൂലുള്ളാഹി തങ്ങളുടെ ദുആക്ക് അല്ലാഹു തആല ഉത്തരം കൊടുത്തിട്ടില്ല എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? അയാൾക്ക് അള്ളാഹ് മാത്രം മതി. അലൈഹി സ്വല്ലാഹു ബി കാഫിൻ അബദ. അതായത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അത് മാത്രം മനസ്സിലാക്കിയാതെ. അലൈഹി സ്വല്ലാഹു ബി കാഫിൻ അബ്ദഹു, അടിമകൾക്ക് ആര് മതി? അള്ളാഹു മതി. അതിലൊന്നും തർക്കമൊന്നുമില്ല, നമുക്ക് അള്ളാഹു തന്നെ മതി. ഇതൊക്കെ പറയുന്നത് നമ്മൾ എവിടെ പോകാറുണ്ട്? അസുഖം വന്ന ഡോക്ടറെ അടുത്ത് ചികിത്സക്ക് പോകാറുണ്ട്. അപ്പൊ നമ്മൾ അലൈഹി സ്വല്ലാഹു ബി കാഫിൻ അബ്ദഹു എന്ന് പറയാറില്ലല്ലോ. അതിന്റെ അർത്ഥം എന്താ നിങ്ങൾക്കറിയാലോ? അതേ അർത്ഥം തന്നെയാണ് അള്ളാഹുവിന്റെ മഹാന്മാരുടെ അടുത്ത് പോകുമ്പോഴും അവരോട് സഹായം ചോദിക്കുമ്പോഴും ഉണ്ടാകുമെന്ന് വളരെ ഹ്രസ്വമായി മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾ ഈ മരിച്ചുപോയ ആൾക്കാരോട് പ്രാർത്ഥിച്ചു, ഓലൊന്നും കേൾക്കൂല, ഓര് പോയി. ഇന്തദോഹും ലായസ്മാവ് ദുആക്കും. ഈ കുട്ടികൾക്ക് അതിന്റെ അർത്ഥം എന്തെങ്കിലും അറിയോ? എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഇതിന്റെ തഫ്സീർ ഈ കുട്ടികളൊന്നും എടുത്ത് നോക്കിയിട്ടുണ്ടോ? മൗലവിമാർ കൊടുക്കുന്ന വിശദീകരണങ്ങളല്ലാതെ എന്താണ് ഇതിൽ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ ബിംബങ്ങളെ ആരാധിച്ചിരുന്നു, ബിംബങ്ങളെ ആരാധിക്കുകയും അവളോട് സഹായം തേടുകയും ചെയ്തിരുന്നു. ആ വിഷയത്തെ കുറിച്ചാണ് പറയുന്നത്. അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ എന്ന് വിശ്വസിക്കുന്ന സുന്നികൾ ചെയ്യുന്ന ഇസ്തിഗാസയെ കുറിച്ചല്ല. അള്ളാഹു അല്ലാത്ത മറ്റ് ഇലാഹുകളെ ആരാധ്യ വസ്തുക്കളാക്കി ഇലാഹുകളാക്കി അവകളോട് തേടുന്ന വിഷയത്തെ കുറിച്ചാണ് പറഞ്ഞത്. അതൊന്നും ഈ കുട്ടികൾക്ക് അറിയില്ലല്ലോ. യഥാർത്ഥത്തില് പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ ഇതിനെ കുറിച്ചിട്ട് പടച്ചറബ് തന്നെ പറയുന്നുണ്ട്. അതിൽ പെട്ടെന്നാണ് വമൻ അള്ളലും ഏതവും ഇന്ദൂനില്ല. അള്ളാഹിന്റെ പറമങ്ങൾ ആരെങ്കിലും വിളിച്ചു തേടുകയാണെങ്കിൽ അവനേക്കാളേറെ വഴി വെച്ച് പോയിട്ടുള്ളവൻ ആരാണുള്ളത്? യഥാർത്ഥത്തിൽ അവിടെ കൂടിയിരിക്കുന്ന 1-2 തല മുതിർന്ന മുജാഹിദുകളുണ്ട്. അവർക്ക് വിഷം കുത്തിവെക്കാൻ നല്ലോണം അറിയാം. അവരിപ്പോ ഓതിയ ആയത്തുണ്ടല്ലോ, വമൻ അള്ളല്ലു മിമ്മൻ യദഉ മിൻ ദൂനില്ലാഹി. ഈ ആയത്തിന്റെ തഫ്സീർ ഈ കുട്ടികൾ കണ്ടിട്ടില്ലല്ലോ. ഈ മൗലവിമാർ പറഞ്ഞു കൊടുക്കുന്ന അർത്ഥം മാത്രമല്ലേ ഇവർ കണ്ടിട്ടുണ്ടാവുള്ളൂ. എന്താണ് ഇതിന്റെ തഫ്സീർ? തഫ്സീറുൽ ഖുർത്തുബി മാത്രം ഞാൻ വായിക്കാം. ഐ ലാ അഹദ അളല്ലു അജ്ഹലു മിമ്മൻ യദഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജിബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹിയൽ ഔസാനു വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. എത്ര കൃത്യമാണ് പറഞ്ഞത്. മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ അള്ളാഹു അല്ലാത്ത ചില ഇലാഹുകൾ അവർ ആക്കിയിരുന്നു. അതെന്താണ്? ബിംബങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു എന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ ബിംബങ്ങളായ ഇലാഹുകളെ വിളിച്ചു തേടുകയും അവരെ ആരാധിക്കുകയും ചെയ്ത വിഷയത്തെക്കുറിച്ചാണ് ഇവർ പറയുന്നത്. അങ്ങനത്തെ ആൾക്കാർ വഴിപഴിച്ചു പോയി എന്നാണ് പറയണത്. അതല്ലാതെ അള്ളാഹുവിന്റെ റസൂലിനോടോ മഹാന്മാരായ ഔലിയാക്കന്മാരോടോ സഹായം തേടുകയോ തവസ്സുല് ചെയ്യുകയോ ചെയ്യുന്ന മുഅ്മിനീങ്ങളെ കുറിച്ചല്ലേ അല്ല. അത് കോട്ടി മാറ്റിയിട്ട് കുട്ടികളെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്.
ദ്വരിബ മസലും ഫസ്തമിഊല ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി ലയഖ്ലുഖു ദുബാബ. അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് ഓൽക്കൊരു ഈച്ചനെ പോലും സൃഷ്ടിക്കാൻ കഴിയില്ലെന്നാ. ഇത്രയും നല്ല ആയത്തുകൾ ഇനിയും ധാരാളം ആയത്തുകൾ ഓതിയിട്ട് മുജാഹിദുകൾ നിങ്ങളെ പറ്റിക്കാറുണ്ട്. ഇപ്പൊ ഓതിയ ആയത്ത് ഏതാണ്? ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി ലയഖ്ലുഖു ദുബാബ. നിങ്ങൾ വിളിച്ചു തേടുന്ന ആളുകൾക്ക് എന്താന്നില്ല, ഒരു ഈച്ചയെ പോലും പടക്കാൻ കഴിയുന്നില്ല. ഇത് ആരെക്കുറിച്ചാണ് സഹോദരന്മാരെ പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഇമാം തൊബരി. നിങ്ങൾ തഫ്സീർ നോക്കി പഠിക്കാൻ കേട്ടോ, വഹാബികൾ പറയുന്നത് കേട്ട് പഠിക്കരുത്. ഇന്ന ജമീഅ മാ തഅബുദൂന മിൻ ദൂനില്ലാഹി മിനൽ ആലിഹത്തി വൽ അസ്നാമി. ഇതൊക്കെ പ്രതിപാദിക്കുന്നത് അല്ലാഹു അല്ലാത്ത ഇലാഹുകളുണ്ട് എന്ന് വിശ്വസിക്കുകയും ആ ഇലാഹുകളോട് തേടുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ചും ബിംബങ്ങളോട് തേടുന്ന ആളുകളെ കുറിച്ചാണ്. ഒരിക്കലും തന്നെ നിങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെ മഹാന്മാരായ ഇമാമിങ്ങൾ കൊടുത്ത അർത്ഥപ്രകാരം നിങ്ങൾ നോക്കിയിട്ട് ഒരു വരിയിലെങ്കിലും അരവരിയിലെങ്കിലും ഒരു ഹർഫ് പോലും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോടോ അമ്പിയാക്കന്മാരോടോ സഹായം തേടിയിട്ടുണ്ട് എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളെ കാഫിറാക്കാനും മുശ്രിക്കാക്കാനും ഇത്തിരി പോലും കിട്ടൂല. നിങ്ങൾ അങ്ങനെ ഒന്ന് പഠിക്കി. ഈ നാട് കാണാൻ പോകുന്ന നേരത്ത് ഈ മൗലവിമാരുടെ കുത്തിത്തിരിപ്പിൽ പെടുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വലിയ ചതിക്കുഴിയിൽ പെടാതെ രക്ഷപ്പെടാൻ സാധിക്കും. അള്ളാഹു കാക്കട്ടെ.